ആണ് സെക്കന്ദരാബാദിലെ പരേഡ് ഗ്രൗണ്ട്. ഇവിടെ വെച്ച് നടത്തിയ കൈറ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. അതിനോടനുബന്ധിച്ച് നടത്തിയ സ്വീറ്റ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതിലും 19 വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പിന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള 22 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും കേരളവും ഉണ്ടായിരുന്നേ. അതുപോലെ തെലങ്കാനയിൽ തന്നെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളും ആന്ധ്രയിൽ നിന്നുള്ള വിവിധ പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഈ ബാംബു ചിക്കൻ എന്ന് പറയും. ഇതിപ്പോ ഇവിടെ എല്ലായിടവും കിട്ടും ബാംബു ചിക്കൻ. ചിലർ ചിക്കൻ ബിരിയാണി പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ചിക്കൻ മസാലയൊക്കെ പുരട്ടി സ്റ്റഫ് ചെയ്ത് വെച്ചുണ്ടാക്കും. പിന്നെ സ്പൈറൽ പൊട്ടറ്റോ എല്ലായിടും ഇപ്പോൾ കോമൺ ആണല്ലോ സ്പൈറൽ പൊട്ടറ്റോ. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പാനിപ്പൂരി അതും കോമൺ ആണ്. പിന്നെ ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ ഉണ്ട്. രസഗുള, പിന്നെ ഗുലാബ് ജാമുൻ, ഇതൊക്കെ അപ്പോഴപ്പോഴേ തീരുന്നുണ്ട്. പിന്നെ ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു പലഹാരമാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. 3 വെറൈറ്റി പലഹാരങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. 180 രൂപയാണ് വില. ഇത് കഴിഞ്ഞ് അർജന്റീനയുടെയും ഒക്കെ സ്റ്റാളുകളും കണ്ടു. ഇത് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ്. ഇത് ഹെർബൽ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ ഈ കടയിൽ നിന്ന് ഇങ്ങനെ തൈര് അന്നേരം കടഞ്ഞ് ഓരോരോ ലസ്സിയും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. പലതരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ടല്ലേ ഈ കുമ്പളപ്പം പോലെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ഒരുപാട് ആൾക്കാരെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര പാടാണ്. ഇതിങ്ങനെ എടുക്കാൻ പോലും ഭയങ്കര പാടായിട്ടാണ് എടുത്തത്. മലയാളികളുടെ 2 സ്റ്റാൾ ഉണ്ടായിരുന്നു. സെറ്റ് മുണ്ടുമൊക്കെ ധരിച്ച് ഇങ്ങനെ. അതിനകത്ത് പ്രഥമന് ഒരു ചെറിയ ഗ്ലാസ്സിന് 50 രൂപ അങ്ങനെയായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ആകെ 1200 സ്റ്റാളുകളായിരുന്നേ ഉണ്ടായിരുന്നത്. കുറെയൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തീർന്നുപോയി സാധനങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കും. ഓരോ സംസ്ഥാനക്കാരും അവരവരുടെ ആ നാടുകൾക്കനുസരിച്ചുള്ള വേഷങ്ങളായിരുന്നു കൂടുതലും ധരിച്ചിരുന്നത്. പിന്നെ തെലങ്കാന ഗവൺമെന്റ് ഇവിടുത്തെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള മേളകളൊക്കെ നടത്തുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കൈറ്റ് ഫെസ്റ്റിവൽ. നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു. ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ പെട്ടെന്നൊരു ചെറിയൊരു ഫയർ ഉണ്ടായപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അണയ്ക്കാനും പറ്റി. അങ്ങനെയൊക്കെയുള്ള വളരെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ലതായിരുന്നു കാണാൻ. പക്ഷെ തിരക്കാണ് ഒരു പ്രശ്നം. 3 ദിവസം കൊണ്ട് 15 ലക്ഷം ആളുകളാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയത്തില്ലേ. ഇനി പരേഡ് ഗ്രൗണ്ടിന്റെ അപ്പുറത്തായിട്ട് നല്ല ഈ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അവിടെ നല്ല സൗകര്യമാണ് എല്ലാം നടത്താനേ.